കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM. യെസ്, ക്ലബ് FM ഇത് പ്രണയിക്കുന്നവരുടെ നേരമാണ്, ലവ് ബൈറ്റ്സിന്റെ നേരമാണ്. ഞാൻ റീനു. എല്ലാ ചൊവ്വാഴ്ചയിലെയും പോലെ ഇന്നും ലിസ്ണറിനെ അല്ല ഞാൻ കൊണ്ടുവന്നേക്കുന്നത്, പ്രണയിക്കുന്ന ഒരു കാമുകനെയും കാമുകിയെയുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നത്തെ കാമുകനും കാമുകിക്കും പ്രത്യേകതയുണ്ട്. കാമുകനെ കുറിച്ച് നമുക്ക് ഇൻട്രൊഡക്ഷൻ കാമുകന്റെ അടുത്ത് തന്നെ ചോദിക്കാം. പക്ഷെ കാമുകി ഒരു MBBS വിദ്യാർത്ഥിനിയാണ്, 3rd ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഡോക്ടർമാർ പ്രണയിക്കുന്നത് ഞാൻ അധികം കേട്ടിട്ടില്ല. ഇപ്പോൾ ഡോക്ടർ അവൻ പഠിക്കുന്നവർ പ്രണയിക്കുന്നത് അധികം കേട്ടിട്ടില്ല. സോ ഇന്നത്തെ ലവ് ബൈറ്റ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കും. അപ്പം നമുക്കിനി കാമുകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ കാമുകൻ എന്താണ് ചെയ്യുന്നത്, പേര്, ഡീറ്റെയിൽസ് എല്ലാം പറട്ടെ. ഹായ്, എൻ്റെ പേര് അച്ചു എന്നാണ്. ഞാനൊരു ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആണ്. കൊച്ചി ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. ഇവിടുത്തെ മാഗസീൻസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫോർവേഡ് മാഗസീൻ, പിന്നെ ഇവിടുത്തെ ബ്രാൻഡഡ് ആയിട്ടുള്ള ആഡ്സ് എല്ലാം ചെയ്യുന്നതാണ്. ബ്രാൻഡ്സ് എല്ലാം നമ്മളാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റൈലിസ്റ്റ് ആണല്ലേ പറഞ്ഞത്? 1 മണിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് കുറെ സംശയങ്ങൾ ചോദിക്കാനുണ്ട്. എനിക്ക് മെഡിക്കൽ സ്റ്റുഡന്റിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ മെഡിക്കൽ സ്റ്റുഡന്റിന്റെ പേര് ഐശ്വര്യ എന്നാണ്. എങ്ങനെ? അതൊരു വലിയ കഥയാണോ? അതെ. ഓക്കെ, വലിയ കഥയാണെങ്കിൽ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ പാട്ടുകൾക്ക് ശേഷം നമുക്ക് ചോദിക്കാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് റീനു, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ക്ലബ് എഫ്എമ്മിന്റെ ദ ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. നമുക്ക് പ്രണയ കഥയുടെ ചുരുളഴിക്കാം. എൻ്റെ കൂടെ ഉണ്ട് അച്ചു, ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്നുണ്ട് ഐശ്വര്യ. എങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റുഡന്റിനെ വളച്ചു എന്ന് അച്ചു പറയുവാണോ, ഞാൻ എങ്ങനെ വളയപ്പെട്ടു എന്ന് ഐശ്വര്യ പറയുവാണോ? ഈ കഥ ഇവിടെ പറയേണ്ട ആവശ്യം? ഈ കഥയാണ് എനിക്ക് അറിയേണ്ടത്. കൈ അച്ചു പൊക്കി, ഇനി രക്ഷയില്ല. എങ്ങനെയാണ് അച്ചു അതിന്റെ തുടക്കം? ഈ മെഡിക്കൽ സ്റ്റുഡന്റിനെ ആക്ച്വലി വീഴ്ത്തല്ലായിരുന്നു, മെഡിക്കൽ സ്റ്റുഡന്റ് ഇങ്ങ് വീണ് പോകുന്നതാ. അതെ, ഇങ്ങടെത്തിയതാണല്ലേ, വെറുതെ അല്ല. മെഡിക്കൽ സ്റ്റുഡന്റിന്റെ മുഖത്താകെ ഒരു നാണം. എങ്ങനെയായിരുന്നു ആ കഥ? അതായത് ഞങ്ങളൊരു റെക്കിക്ക് പോവായിരുന്നു. അപ്പം ലൊക്കേഷൻ ഹണ്ടിങ്ങിന് പോയപ്പോഴത്തേക്കും ഐശ്വര്യയുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ളൊരു വർക്കായിരുന്നു അത്. ഇപ്പം അലീന എന്ന് പറഞ്ഞിട്ട്, അലീന കാത്രീൻ. അതെ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ലൊക്കേഷൻ ഹണ്ടിങ്ങിന് പോയി കഴിഞ്ഞ് ആലപ്പുഴയിലായിരുന്നു. അപ്പൊ ആലപ്പുഴയില് അറിയാലോ, ആലപ്പുഴ കുറെ തെങ്ങൊക്കെ ഉള്ള, പിന്നെ തെങ്ങും കള്ള്. അപ്പൊ ഞങ്ങള് ലൊക്കേഷൻ ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞ് വർക്കിന്റെ എല്ലാ ടെൻഷനും കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഇച്ചിരി കള്ളു കുടിച്ചു. അതിന്റെ അകത്ത് വളരെ കുറച്ച് ഐശ്വര്യ കൊടുത്തുള്ളൂ. പക്ഷെ ആ ഒരു ഗ്ലാസ്സിൽ ഐശ്വര്യ ബോധം മൊത്തം നശിച്ചു പോയി. സത്യം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറെ ക്വസ്റ്റ്യനിങ് ഒക്കെ ഉണ്ടായിരുന്നു. എന്താ ഞാൻ പറയും, ബോധം ഇല്ലാത്ത സമയത്താണ് ഇതൊക്കെ ചോദിച്ചേ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ചോദ്യങ്ങൾ മുഴുവൻ നമ്മൾ കേൾക്കാൻ പോവാണ്. പക്ഷെ അതിന് മുന്നേ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ ലവ് സ്റ്റോറി പറയണമെങ്കിൽ, ലവ് ബൈറ്റ്സിൽ ഒരു മെമ്പർ ആവണമെങ്കിൽ 567678 മെസ്സേജ് അയക്കുക. ഫോർമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ പേര് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക. ലവ് ബൈറ്റ്സ് റീനു, അച്ചു ആൻഡ് ഐശ്വര്യ. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. 100 കൂട്ടം ചോദ്യങ്ങളാണ് ഐശ്വര്യ ചോദിച്ചതെന്നാണ് അച്ചു എൻ്റെ അടുത്ത് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലും പറഞ്ഞത്. റീനു അച്ചുവിന്റെ അടുത്ത് ചോദിക്കുകയാണ്. 2 ചോദ്യമാണ് അച്ചു. ഏതൊക്കെയായിരുന്നു 2 ചോദ്യം? ആദ്യത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനപ്പം സിഗരറ്റ് സ്മോക്കിംഗ് അന്ന് ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം വൈ ഡു യു സ്മോക്ക് സോ മച്ച് എന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാൽ അവര് ഫ്രണ്ട്സ് ആണ്, എന്നാലും എൻ്റെ കൂടെ ഫോട്ടോഗ്രാഫർ ഉണ്ട്, ഈ മോഡലുണ്ട്, ഇവളുണ്ട്. അപ്പം അതൊരു കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ല. അപ്പൊ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനപ്പം വലിയ കാര്യമായിട്ടൊരു ആൻസർ ഒന്നും കൊടുത്തില്ല. അവൾ അങ്ങനെ എന്ത് മനസ്സറിയണ്ട. ശരി. പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു സ്മോക്കിങ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഇവള് ചോദിച്ചാൽ why do you go behind all these girls? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ it's too personal. അപ്പം ഇതിനകത്ത് ശരിക്കും ഒരു ആൻസർ കൊടുക്കാൻ എനിക്ക് ഒട്ടും തോന്നിയില്ല. ആൻസർ കൊടുക്കാതിരുന്ന് മാത്രമല്ലോ നാല് പറഞ്ഞു? ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ സഹതാപം, ജോപ്പായ ഒരു കുട്ടിയെടുത്തുള്ള സഹതാപം. അപ്പൊ ഞാൻ ഒന്നും വലിയ ആൻസർ ഒന്നും കൊടുത്തില്ല. പിന്നെ ഞാൻ പയ്യെ പുള്ളിക്കാരുടെ അടുത്ത് വരുന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി, എന്താ ഇത് ഇങ്ങനെയാണോ അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരത്തെ മൊത്തത്തിൽ ലോസ്റ്റ് ആണ്, പ്രത്യേകിച്ച് ബോധമൊന്നും ഇല്ലാന്ന് മനസ്സിലായി. സത്യമാണ്. ഇവിടെ ഐശ്വര്യ അച്ഛനെ ഇടിക്കാൻ തുടങ്ങണ്ടേ, പക്ഷെ സത്യങ്ങളെ നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റില്ല. ഹൈലൈറ്റ് ഒരു ഗ്ലാസ് കള്ളു മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്നുള്ളത് വെറും രുചി അറിയാൻ ചെയ്തതാണ്. എങ്ങനെയായി? എന്നിട്ട് പയ്യെ പുള്ളിക്കാരത്തെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എന്ത് ധൈര്യത്തിൽ നിങ്ങൾ വിട്ടു? ഇല്ല, കാറിലേക്ക് ആരോ കൊണ്ട് ഇരുത്തി, എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് അദ്ദേഹം ഒരൊറ്റ കരച്ചില്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരൊറ്റ കരച്ചില്. ഓക്കെ, ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നമുക്ക് ഈ കരച്ചിലിന്റെ കഥ ഇനി ചോദിക്കാം. ഐശ്വര്യ, എനിക്ക് എന്നെ നാടാണ്. ഈ പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വരും. സ്റ്റേ ട്യൂൺഡ് വിത്ത് റീനു, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ടൺ
കണക്കിന് മണ്ടത്തരങ്ങളാണ് ഐശ്വര്യ ചെയ്തത് എന്ന് ക്ലബ് ഫിലിമിലെ ലവ് ബൈറ്റ്സിൽ റീണുവിന്റെ അടുത്ത് അച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ചു കാറിൽ പോയി കരഞ്ഞപ്പോ ആരൊക്കെ ചുറ്റും ഉണ്ടായിരുന്നു? ഐശ്വര്യ പറയട്ടെ, ആരൊക്കെ ഉണ്ടായിരുന്നു? കാറിൽ അലീനയും വരണം ഫോട്ടോഗ്രാഫറും ഫ്രണ്ടിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കരഞ്ഞതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാല് ഞാൻ ചോദിക്കുന്നതിനൊന്നും അന്നും ഇന്നും പുള്ളിക്കാരൻ ക്ലിയർ ആയിട്ടൊരു ആൻസർ ഉണ്ട്. പക്ഷെ അന്ന് ബോധമില്ലായിരുന്നല്ലോ. അല്ല എന്നാലും അങ്ങനെ എന്നിട്ട് ലൈക്ക് എനിക്ക് അച്ഛന്റെ പേഴ്സണാലിറ്റി ആയിരുന്നു ഇഷ്ടം. ഹി വാസ് എ ഫ്രണ്ട്, ഹി വാസ് എ വെരി ഗുഡ് ഫ്രണ്ട്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു? നല്ല ഫ്രണ്ട്സ്. അപ്പൊ പിന്നെ പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് എന്താ? പക്ഷെ എന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ കൂടെ ഉള്ളത്. അങ്ങനെ അങ്ങനെ സത്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്നിട്ട് ഞാൻ വെള്ളത്തിന്റെ പുറത്ത് ചെയ്തതാണെന്ന് പറയാം പുള്ളിക്കാരൻ. കഷ്ടം കഷ്ടം. എന്നിട്ട് ഐശ്വര്യയുടെ സൈഡ് എപ്പോഴല്ലേ മനസ്സിലായോ? എന്നിട്ട് കരഞ്ഞു. എന്നിട്ട് അതെങ്ങനെ നാണക്കേടല്ലേ? നാണക്കേടൊന്നുമില്ല, കാറിനകത്തിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങള് മൂന്നുപേരും പുറത്ത് വന്നു. എന്നിട്ട് പിന്നെ ലൈക്ക് എന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ നമുക്ക് കൺസോൾ ചെയ്യണമല്ലോ. പെങ്കൊച്ചല്ലേ കരയുന്നത്? പയ്യട്ടാ, ഏത് പെങ്കൊച്ച് കരഞ്ഞാലും ഇയാള് കൺസോൾ ചെയ്യോ? ഇനിയില്ല, നേരത്തെ ആയിരുന്നെങ്കിൽ ഓക്കെ. ഇനി പേടിയാണ് പറയാനായിട്ട്. അതിപ്പോ നമ്മൾ ഇരിക്കാണല്ലോ അവിടെ. ശരി. എന്നിട്ട് അപ്പം ലൈക്ക് നമ്മള് ബില്ലൊക്കെ പേ ചെയ്ത് തിരിച്ചു വന്ന് കാർ എടുക്കാൻ പോയപ്പോ ഞാൻ അരുണിന്റെ അടുത്ത് പറഞ്ഞു, അരുൺ ഓടിച്ചോ, ഞാൻ കൺസോൾ ചെയ്തോളാം. ഞാൻ കൺസോൾ ചെയ്തോളാം, അരുൺ കൺസോൾ ചെയ്യണ്ട. അല്ല, പിന്നെ അവർക്ക് കുറെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ മോഡൽ ഒരെണ്ണം കൂടെ ബാക്കി ഡിസ്കസ് ചെയ്യട്ടെ എന്ന് വെച്ചു. ഞങ്ങള് ബാക്കിലിരുന്നു കൺസോൾ ചെയ്തോളാം. ശരി. എന്നിട്ട് പയ്യെ പയ്യെ ആള് ഇങ്ങനെ പറഞ്ഞ് എന്താ ഐഷോ ഇത് ഐഷോ എന്താ എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ കൺസോൾ ചെയ്തു. പിന്നെ ഞങ്ങളിങ്ങനെ എത്തി ഒരു ചേർത്തല കഴിഞ്ഞ് കുറച്ചുകൂടെ ഇങ്ങോട്ട് പോകുന്ന ഞങ്ങൾ ചേർത്തല കഴിഞ്ഞ് കുറച്ചുകൂടി പോന്നു. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ കഥ ഇന്നും തീരുന്ന ഒരു കഥയല്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ ഒരു കഥ പറയണമെങ്കിൽ, നിങ്ങളുടെ ലവ് സ്റ്റോറി ഷെയർ ചെയ്യണമെങ്കിൽ 567678 മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ പേര് അയച്ചാൽ മതി. ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ പേര്. ആൻഡ് സ്റ്റേ ട്യൂൺഡ്, കാരണം നമ്മൾ കഥ കേട്ട് തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.